എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉറപ്പായും നമ്മുടെ വീടുകളിലെ അമ്മമാർക്ക് ലഭിക്കുന്ന ധനസഹായവുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഇതിനുവേണ്ടി ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതാണ്. കേന്ദ്ര സർക്കാരാണ് ഇതിനു വേണ്ടിയിട്ടുള്ള തുക അനുവദിക്കുന്നത്. പ്രധാനമന്ത്രി മാതൃവന്ദൻ യോജന എന്ന സ്കീമാണ്, ഒരു സബ്സിഡി സ്കീമാണ്. ഈ സ്കീമിൽ അതോടൊപ്പം തന്നെ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മമാർക്ക് വേണ്ടി സർക്കാർ ആവിഷ്കരിക്കുന്ന ഏറ്റവും വലിയ ഒരു ജനക്ഷേമ പദ്ധതിയാണ്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേന്ദ്ര സർക്കാർ നൽകുന്ന മാതൃവന്ദൻ യോജന എന്ന പദ്ധതി ഒരു പ്രസവ ആനുകൂല്യം എന്ന രീതിയിൽ കണക്കാക്കാവുന്നതാണ്. ആദ്യ പ്രസവത്തിന് 5000 രൂപയാണ്. അത് 3 ഗഡുക്കളായിട്ടാണ് വിതരണം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ 1000 രൂപയും, രണ്ടാം ഘട്ടത്തിൽ 2000 രൂപയും, മൂന്നാം ഘട്ടത്തിൽ 2000 രൂപയും, അങ്ങനെ മൊത്തം 5000 രൂപയുടെ ധനസഹായം ലഭിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ അതിനുശേഷം അപേക്ഷ വെച്ചാൽ ധനസഹായം ലഭിക്കുന്നതാണ്. 6000 രൂപയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇതിൽ യോഗ്യത നേടിയിട്ടുള്ളത് കൊണ്ട് തന്നെ, അതോടൊപ്പം തന്നെ പെൺകുഞ്ഞുങ്ങളുടെ ജനന നിരക്കും കേരളത്തിൽ കുറവായതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം രണ്ടാം പ്രസവത്തിലും പെൺകുഞ്ഞാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്നുണ്ട്. അംഗൻവാടി വഴിയാണ് ഇതിൻ്റെ അപേക്ഷകൾ നടക്കുന്നത്. സ്വകാര്യ ആശുപത്രികളുടെ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളുടെ ട്രീറ്റ്മെൻറ്റോ ആയിക്കോട്ടെ, അതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകൾ ഉൾപ്പെടെ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി അത് മാത്രമല്ല, അംഗനവാടികളിൽ നിന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ വെരിഫിക്കേഷൻ എല്ലാം പൂർത്തീകരിച്ച ശേഷം MCP കാർഡ്, മദർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കാർഡും ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൽ കൃത്യമായിട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും, പരിശോധനയും മറ്റു ഫലങ്ങളും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും ഒരു റിപ്പോർട്ടുമായിട്ട് നമ്മൾ രേഖപ്പെടുത്തി നൽകേണ്ടതാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് കൃത്യമായിട്ട് വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പൂർത്തീകരിച്ച് അമ്മമാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ധനസഹായം കൈമാറുന്നത്. ഇനി അതുമാത്രമല്ല, അമ്മമാർക്ക് തുക വിതരണം ചെയ്തതുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഒരു ID ജനറേറ്റ് ആകുന്നുണ്ട്. ഈ ഒരു പദ്ധതിയിൽ മാതൃവന്ദൻ യോജനയുടെ ഭാഗമായിട്ട് അമ്മമാർക്ക് അല്ലെങ്കിൽ ഓരോ അമ്മമാർക്കും ഒരു പ്രത്യേകമായിട്ട് ID ജനറേറ്റ് ആകുന്നുണ്ട്. ആ ഒരു ID ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ PFMS സ്റ്റാറ്റസിൽ മാതൃവന്ദൻ യോജന എന്ന് പറയുന്ന സ്കീം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുകൂല്യം അനുവദിച്ചിട്ടുണ്ടോ എന്നും എത്ര തുക അനുവദിച്ചിരിക്കുന്നുവെന്നും ഇതിൻ്റെ സ്റ്റാറ്റസ് എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഗർഭിണിയാണെന്ന് ആദ്യഘട്ടത്തെ പരിശോധനയിലൂടെ സ്ഥിരീകരിച്ച ശേഷം ഡോക്ടർമാർ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടിസ്ഥാനമാക്കിയാണ് ആനുകൂല്യത്തിൻ്റെ വിതരണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ആധാർ, വരുമാന സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ ആധാർ, മറ്റ് ഡോക്യുമെൻറ്റും അതോടൊപ്പമുള്ള വിവരങ്ങളും ആവശ്യമാണ്. ഇനി നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നൽകേണ്ടതാണ്. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ കൊടുക്കേണ്ടതാണ്. അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെൻറ്റും ഇതിന് ആവശ്യമാണ്. മറ്റെല്ലാ വിശദ വിവരങ്ങൾക്കും നമുക്ക് നമ്മുടെ സമീപത്തുള്ള അങ്കണവാടികൾ വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് നിശ്ചിത ഗഡുക്കൾ ഒരുമിച്ച് വരെ ലഭിക്കുന്നുണ്ട്. ചിലർക്ക് ഈ മുഴുവൻ തുകയും ഒരുമിച്ച് ലഭിക്കാം, ചിലർക്ക് ഘട്ടം ഘട്ടമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന നമുക്ക് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി സർക്കാർ ജോലിയൊക്കെ ഉള്ളവരാണ് എങ്കിൽ അവർക്ക് ഈ ആനുകൂല്യം കിട്ടുന്നതല്ല. അല്ലാത്ത എല്ലാവർക്കും, സാധാരണക്കാർക്കായിട്ടുള്ള എല്ലാ അമ്മമാർക്കും ഈ ഒരു പദ്ധതി മുഖേന ആനുകൂല്യം ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്തെത്തിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.